പെരുന്നാക്കിൻ്റെ അന്ന് തിരുമേനി പറഞ്ഞായിരുന്നു നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം, ഒരു തീപ്പൊള്ളലിൻ്റെ ഇത് കാണുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും 4-5 ദിവസം കൊണ്ട് സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും അത് സംഭവിച്ചത് 25 അതിൽ ഇപ്പോഴാണ് ഈ തുണി കത്തി കണ്ടത്, അല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്, കൊടിയിറങ്ങാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് കമൻറ്റുമായിട്ട് വന്നു, അതായത് രോഗശാന്തിയുടെ കാര്യമൊക്കെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട്. പക്ഷേ ഇതെല്ലാം വിശ്വാസമാണ് അല്ലേ? അതെ, അതൊക്കെ വിശ്വാസമാണ്. ഓരോരുത്തർ വിശ്വാസം രക്ഷിക്കുമെന്നുള്ളതാണ്. അത് ഓരോരുത്തർ ബാഡ് കമൻറ്റ് എന്ത് നമ്മൾ ചെയ്താലും ബാഡ് കമൻറ്റ് വരുമല്ലോ. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഈ ഭാഗത്ത് ബാഡ് കമൻറ്റേ ഉള്ളൂ. ഒരു ഭാഗം വിശ്വാസം, ഒരു ഭാഗം അവിശ്വാസി. പക്ഷേ ഈ അവിശ്വാസികൾ തന്നെ വിശ്വാസിയായിട്ട് പറഞ്ഞ ഒരു കാഴ്ചയാണ് കാണുന്നുള്ളൂ. അവർ തന്നെ പറഞ്ഞു എൻ്റെ ജോഷം നോക്കാൻ പറഞ്ഞാൽ ഇന്നത്തെ അവിശ്വാസികളാണ് ഒളിച്ചും പാത്തും വന്നെങ്കിൽ ജോഷം നോക്കാം, എന്ത് നടക്കും എന്താണെന്നുള്ളത്. എന്നെ പല വ്യക്തികളെയൊന്നും ഞാൻ പറയുന്നില്ല, വ്യക്തിഹത്യയും ചെയ്യുന്നില്ല. അവിശ്വാസികളാണ് വിശ്വാസമായിട്ട് ജോഷത്തിനും മറ്റു കാര്യങ്ങളും പറഞ്ഞു പ്രത്യേകം മാറ്റമല്ല ഒരു കാര്യവും ചെയ്യുന്നത്. ഒറ്റ പൈസയും വാങ്ങിക്കുന്നില്ല. വന്ന് നോക്കുന്നു, കാര്യം പറഞ്ഞു കൊടുക്കുന്നു, അവരെ സാധിക്കുന്നു, അവർ പോകുന്നു. ദക്ഷിണ എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആരെയൊന്നും വാങ്ങിക്കും കൊടുക്കുകയോ ദേവിക്ക് കാണിക്കാൻ വേണ്ടി അപ്പോഴൊക്കെ ഒരു അർച്ചന, ഒരു ചരട്, ഒരു കർപ്പൂരം, ഒരു പാക്കറ്റാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ആരെയും ദക്ഷിണ വാങ്ങിക്കുന്നില്ല. നിങ്ങൾ ആ ഭരണോടെ ഞാൻ പറയും, നിങ്ങൾക്ക് വല്ല പാവങ്ങൾക്ക് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലാതെ എത്ര ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, എത്ര വീടുകൾ പട്ടിണി കിടക്കുന്നുണ്ട്, നിങ്ങളിത് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാൻ പറയുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാനിവിടെ അങ്ങനെ ഒരു കാര്യവും വാങ്ങിക്കുന്നില്ല ദക്ഷിണയെന്ന് പറഞ്ഞു. ഈ കാലത്ത് ഈ സമൂഹത്തിൽ നന്മ ചെയ്താലും ഇങ്ങനെയൊക്കെ ഉള്ളത് കേൾക്കാൻ കമൻറ്റ്, ബാഡ് കമൻറ്റ്സ് കേൾക്കേണ്ടത്. കൊടിയേറ്റ് സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു. കൊടിയേറ്റ് സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടി ഇറങ്ങിയിട്ട് വന്ന് പറഞ്ഞു ഇവിടെ ആർക്കെങ്കിലും പൊള്ളലേക്കാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഇന്ന് തന്നെ 5ാം ഉത്സവ ദിവസമായി ഇന്ന് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരു ആളിൻ്റെ കാലി തന്നെ പൊള്ളി, തീ പിടിച്ച്. തിരുവനന്തപുരം ഐലം ശ്രീ അഞ്ചിറക്കുളം ദേവീക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇന്നിവിടെ മകര ചിത്തിര ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ അവസാന ദിവസമാണ്. പ്രത്യേകതകൾ, അതായത് വെള്ളിയാഴ്ചകളിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രമാണിത്. അപ്പോൾ ആ ദേവിയുടെ കടാക്ഷങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് രോഗശാന്തികൾ കിട്ടുന്നു എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ വിശ്വാസം. അവസാന ദിവസമാണല്ലേ ഇന്ന്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? ഇവിടെ പാട്ട് തുടങ്ങി 5 ദിവസത്തെ പാട്ടും വിളക്കുമാണ് സാധാരണ നടത്താറ് ക്ഷേത്രത്തിനെ സംബന്ധിച്ച്. അത് നമ്മൾ 21 ജനുവരി 21 തുടങ്ങി 25 ഇന്ന് സമാപനമാണ്. താലപ്പൊലി ഇപ്പോൾ വന്നിരിക്കുന്ന അടുത്തൊരു ഇളയപ്പന്തട എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങി ഈ ജംഗ്ഷൻ വഴി കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിനകത്ത് കയറി താലപ്പൊലി വലം വെച്ച് കുത്തിയോട്ടപ്പാട്ടോടുകൂടി താലപ്പൊലിയുടെ ചടങ്ങ് തീർക്കുകയാണ്. പിന്നെ ക്ഷേത്ര ചടങ്ങും മറ്റു കാര്യങ്ങളും. ജനങ്ങൾ വിശ്വാസികളായ ജനങ്ങൾ, കാരണം അവർക്ക് പല തീരാ രോഗങ്ങളും ഇപ്പോൾ ഇരിക്കുന്ന പോറ്റി ഇവിടെ വന്ന് അതിന് ജപിച്ചു കൊടുക്കുകയും കരിക്ക് ജപിച്ചു കൊടുക്കുകയും ലക്ഷണം പറഞ്ഞ് അതിന് പ്രതിവിധി കണ്ടുപിടിക്കുകയും അതനുഭവിച്ച് ഒരുപാട് ആൾക്കാർക്ക് അസുഖങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ വരാറുണ്ട്. ആഴ്ചതോറുമുള്ള വിളക്ക് നടത്താം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച 1 നാഗരൂട്ട്, ഇങ്ങനെ മാസത്തിൽ 5, ചില മാസങ്ങളിൽ 6 ദിവസം, ഇങ്ങനെ ഉള്ള ദിവസങ്ങളാണ് ഇവിടെ വിളക്ക് നട തുറക്കാറുള്ളത്. പിന്നെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളും കുടുംബക്കാരും മറ്റുള്ളവരും എല്ലാം സഹായിച്ച് അടുത്ത വർഷത്തിന് മുമ്പേ ഈ ക്ഷേത്രം നല്ല രീതിയിൽ കെട്ടിപ്പോക്കി അതിൻ്റെ പൂർത്തീകരണം ചെയ്ത് പ്രതിഷ്ഠ നടത്തണമെന്നാണ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം. നടന്നു വെച്ചുകൊണ്ടിരിക്കുന്ന ഉത്സവം നല്ല രീതിയിൽ നടന്നുകൊണ്ട് ഇന്ന് ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. അതോടുകൂടി തന്നെ ഗണപതി ക്ഷേത്രത്തിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമ്മൾ വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളായിട്ടും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഉത്സവ ചടങ്ങും കാര്യങ്ങളും അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ വിളക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണി കുരുതിയോടുകൂടി നമ്മൾ ഉത്സവം ഇന്ന് കൊടിയിറങ്ങും.
ായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ കാർത്തിക പാർക്കാട് കൂട്ടം. Al-Amana Gold and Diamonds, ultimate destination for designs and diamonds. Al-Amana Gold and Diamonds, Bishara Tower near KSRTC bus stand, Venyaramud. അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ? സ്വയംവര സിൽക്സ്.